നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാസപ്പടി കേസിൽ ED നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തനിക്കോ കുടുംബാംഗങ്ങൾക്കോ ഒരു ഹവാലയുമായും ബന്ധമില്ലെന്ന് പിണറായി വിജയൻ. തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി. DYFI ഇനി ചിന്താ ജെറോം നയിക്കും. വനിതാ നേതാവ് DYFI സംസ്ഥാന അധ്യക്ഷയാകുന്നത് സംസ്ഥാനത്ത് ആദ്യം. ജയിലിൽ കഴിയുന്ന VK നിഷാദിനെ DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുത്തതിനെ ന്യായീകരിച്ച് ചിന്താ ജെറോം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കും. തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മണ്ണുത്തി മുളയത്ത് കിടക്ക കമ്പനികൾ കത്തിനശിച്ച സംഭവത്തിൽ കോടികളുടെ നഷ്ടം. മാള കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. പറപ്പൂർ തോളൂരിൽ വീട്ടിൽ നിന്ന് 50 പവൻ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തം. വാർത്തകൾ വിശദമായി. തനിക്കോ തന്റെ കുടുംബാംഗങ്ങൾക്കോ ഒരു ഹവാലയുമായും ബന്ധമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF നിയമസഭാ കക്ഷി ഉപനേതാവ് CPM-ൽ നിന്ന് തന്നെയായിരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഒരു ഹവാലയപ്പാട് നിന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇത് LDF-ന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞത് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാണ്. അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. തന്റെ മകൾ വീണ ഇതുവരെ നടന്ന അന്വേഷണങ്ങളോടെല്ലാം പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കും. LDF നിയമസഭാ കക്ഷി ഉപനേതാവ് CPM-ൽ നിന്ന് തന്നെയായിരിക്കും. ഇക്കാര്യത്തിൽ താൻ കത്ത് നൽകും. മുൻ സ്പീക്കർ ഷംസീറിനെതിരായുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം തികഞ്ഞ അസംബന്ധമാണ്. CPM-ൽ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ വന്നവരല്ല. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതിനെ അവജ്ഞാപൂർവം തള്ളുന്നു. ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊള്ളുന്ന വിലയായത് ആശങ്കാജനകമാണ്. UDF സർക്കാർ യഥാസമയം വിപണിയിൽ ഇടപെടാതിരുന്നതാണ് ഈ വിലക്കയറ്റത്തിന് കാരണം. സപ്ലൈകോ വഴിയും റേഷൻ കടകൾ വഴിയും വിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാരിന് തെറ്റുപറ്റി. ഓണം അടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഫലപ്രദമായ നടപടികൾ വില പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്കാകെ വില അനുദിനം വർദ്ധിക്കുന്ന രീതിയാണ്. ഇപ്പോൾ സപ്ലൈകോ, റേഷൻ കട ഇവ വഴിയുള്ള വിപണി ഇടപെടൽ തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ LDF സർക്കാർ ഇത്തരം സാഹചര്യങ്ങളിൽ വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നു. കഴിഞ്ഞ സർക്കാർ ഓണക്കാലത്ത് 6 ലക്ഷം കിറ്റുകൾ നൽകിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ 1/2 ലക്ഷമായി കുറയ്ക്കാൻ രഹസ്യ നീക്കമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും PSC സെക്രട്ടറിയും DGP-യും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്ന കാര്യത്തിലും ഗവർണറുടെ ഇടപെടലിനോട് ശക്തമായി പ്രതികരിക്കാൻ UDF സർക്കാർ തയ്യാറാകാത്തത് ഗവർണർക്ക് പ്രോത്സാഹനമേകാനാണ് വഴിവെക്കുക. സർവകലാശാലയിലെ സംഘപരിവാർ കടന്നുകയറ്റത്തോട് സർക്കാർ കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതീകാത്മക തെരുവ് നാടകം നടത്തിയതിനെതിരെ ജാമ്യമില്ലാ കേസെടുത്ത നടപടിയിലും DYFI സമ്മേളന വേദിയിലെ നാടകാവതരണത്തിന്റെ കാര്യത്തിലും വസ്തുത പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകരെ അഭിനന്ദിച്ച പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിക്കുകയല്ല വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയ ഗവർണറുടെ നടപടി ഇത് ഒറ്റപ്പെട്ടതല്ല. ഇന്നലെ PSCയുടെ സെക്രട്ടറിയെയും ഗവർണർ വിളിച്ചു വരുത്തിയെന്നാണ്. ഭരണഘടനാ ഫെഡറൽ തത്വങ്ങൾക്കെതിരായ നടപടികളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ ഗൗരവപൂർണമായ നടപടിയോ പ്രതികരണമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ അതൊരു സന്ദേശമായി മാറും. ആ സന്ദേശം നൽകാൻ സർക്കാർ സന്നദ്ധമാകുന്നില്ല. TCV തൃശൂർ.
ഡിവൈഎഫ്ഐ നയിക്കാൻ ആദ്യമായി വനിത. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി ചിന്ത ജെറോമിനെയും സംസ്ഥാന സെക്രട്ടറിയായി എം വിജിനെയും തെരഞ്ഞെടുത്തു. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. ആർ രാഹുലാണ് ട്രഷറർ. ആർ ശ്യാമ, വി അനൂപ്, മുഹമ്മദ് അഫ്സൽ, പി ഷബീർ, നിഖിൽ ബാബു എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ഗ്രീഷ്മ അജയ് ഘോഷ്, രജീഷ് വെള്ളാട്ട്, ശ്യാം പ്രസാദ്, സച്ചിൻ ദേവ്, കെ അനുശ്രീ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. 92 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും 25 സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ കണ്ണൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ജയിലിൽ കഴിയുന്ന VK നിഷാദിനെയും തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ ഡോക്ടർ അനഘ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ചു. യുവത്വത്തിന്റെ അഭിലാഷങ്ങൾക്കൊപ്പം ഡിവൈഎഫ്ഐ ഉണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷ ചിന്ത ജെറോം, സംസ്ഥാന സെക്രട്ടറി വിജിൻ എന്നിവർ പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. യുവജന വിരുദ്ധ നയങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ പോരാട്ടം ഡിവൈഎഫ്ഐ നയിക്കുമെന്ന് ചിന്ത ജെറോം പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വമടക്കമുള്ള മാനവിക പദ്ധതി പോലും സർക്കാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ജനകീയ പ്രവർത്തനവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ടു പോകും. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ജയിലിൽ കഴിയുന്ന കണ്ണൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് VK നിഷാദിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതിനെ ഡിവൈഎഫ്ഐ നേതാക്കൾ ന്യായീകരിച്ചു. ജനാധിപത്യപരമായ സമരം നയിച്ചയാളാണ് VK നിഷാദെന്ന് ചിന്ത ജെറോം പറഞ്ഞു. കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണെന്നും യാഥാർത്ഥ്യം ഉടൻ പുറത്തുവരുമെന്നും സഖാവ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് നിഷാദിനെ സെക്രട്ടേറിയറ്റിൽ അംഗത്വം നൽകിയത് എന്നും വിജിൻ പറഞ്ഞു. ചിന്ത ജെറോം പ്രസിഡന്റായും എം വിജിൻ സെക്രട്ടറിയായും സ്ഥാനമേൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ പ്രതീക്ഷിക്കുന്നത് പുതിയ ഊർജം. UDF സർക്കാരിനെതിരെയുള്ള തീക്ഷ്ണമായ സമരവഴികളാണ് പുതിയ നേതൃത്വത്തിന് മുന്നിലുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ചിന്ത ജെറോം SFIയിലൂടെയാണ് പൊതുരംഗത്തെത്തുന്നത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു. കേരള സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായും യൂണിയൻ ചെയർപേഴ്സണായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2016 മുതൽ 2023 വരെ യുവജന കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു. നിലവിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ബാലസംഘത്തിലൂടെ പ്രവർത്തനം തുടങ്ങിയ എം വിജിൻ കണ്ണൂരിൽ നിന്നുള്ള CPMന്റെ യുവജന മുഖമാണ്. SFI സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായും സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ അംഗമായും പ്രവർത്തിച്ചു. 2021 മുതൽ കല്യാശ്ശേരി MLA ആണ്. ചിന്ത ജെറോമും എം വിജിനും തലപ്പത്തേക്കെത്തുമ്പോൾ പ്രാദേശിക സന്തുലിതാവസ്ഥയും ലിംഗസമത്വവും ഡിവൈഎഫ്ഐ ഉറപ്പാക്കുകയാണ്. തെക്കൻ കേരളത്തിൽ നിന്നുള്ള വനിതാമുഖമായി ചിന്തയും വടക്കൻ കേരളത്തിലെ CPM ശക്തി കേന്ദ്രത്തിൽ നിന്നുള്ള വിജിനും നയിക്കുമ്പോൾ സംഘടനയ്ക്ക് രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഊർജ്ജമാകുമെന്നും വിലയിരുത്തുന്നു. LDFന്റെ തുടർഭരണം നൽകിയ ആലസ്യത്തിൽ നിന്നും ഡിവൈഎഫ്ഐയെ അടിമുടി പുതുക്കുക എന്നതാണ് ഇരുവരുടെയും മുന്നിലുള്ള പ്രധാന ദൗത്യം. CJP മാതൃകയിൽ പുതുതലമുറയെ ആകർഷിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതും വെല്ലുവിളിയായി മുന്നിലുണ്ട്. യുവജന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പുതിയ നേതൃത്വത്തിന്റെ ചടുലതയും വിലയിരുത്തപ്പെടും. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലെ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം ഇരുവർക്കും കരുത്താകുമെന്നാണ് CPM നേതൃത്വത്തിന്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് TCV. UDF സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വലതുപക്ഷ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ചും RSSന്റെ അജണ്ട നടപ്പിലാക്കാനുമുള്ള സംഘടിത ശ്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് പിണറായി വിജയൻ. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യവൽക്കരണം, വന്ദേമാതരം വിഷയം, വഖഫ് ബോർഡ് നിയമനം, PM ശ്രീ ഉൾപ്പെടെയുള്ളവയിൽ RSSന്റെ നിലപാട് തന്നെയാണ് കേരളത്തിലെ UDF സർക്കാരിന്റേതും. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വലതുപക്ഷ ശക്തികൾ ഒന്നിച്ചണിനിരക്കുകയാണ്. VD സതീശൻ സർക്കാരിനെ ഉപയോഗിച്ച് ഗവർണർ ഭരണമാണ് നടക്കുന്നത്. എന്തൊക്കെയാണോ RSSന്റെ അജണ്ട, ഏതൊക്കെയാണോ BJPയുടെ അജണ്ട, ഏതൊക്കെയാണോ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാനാണ് ഇവിടെ UDF ഗവൺമെന്റ് സന്നദ്ധമായിട്ടുള്ളത്. RSS അജണ്ട അനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടക്കണം. ആ കാവ്യവൽക്കരണത്തിന് അനുകൂലമായ നിലപാടിലേക്കാണ് ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് മുഖ്യമന്ത്രി അടക്കം നേതൃത്വം കൊടുക്കുന്നത്. ആ കാവ്യവൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ നടക്കുകയല്ലേ. അപ്പോൾ ഗവർണർ ഉപയോഗിച്ച ഭരണം നടത്താം എന്നൊക്കെയുള്ള തരത്തിലെ കാര്യങ്ങൾ മാറുന്നു. നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ പരിഹാസ്യരാക്കിയിരിക്കുകയാണ്. വർഗീയ ചേരിതിരിവിലൂടെ രാജ്യത്തെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാനാണ് നീക്കം. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയ ലേബർ കോഡ് വിഷയത്തിൽ സുപ്രീം കോടതി വിധി ദൗർഭാഗ്യകരമാണ്. ഇതിനെല്ലാമെതിരെ ശക്തി പ്രാപിക്കണം. അതിൽ രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് യുവതയെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു.
പ്രത്യേക മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നീക്കങ്ങൾ നടക്കുന്നു. എല്ലാം തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്ന നിലയാണ് വരുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇനി അങ്ങോട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒന്നാണ്. സവർക്കറുടെ ആശയം ശിരസിലേറ്റുന്ന വി ഡി സതീശന്റെ നിലപാടുകൾക്കെതിരെ അതിശക്തമായ സമരപോരാട്ടങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ചിന്താ ജെറോം പറഞ്ഞു. ലോകത്തിന് തന്നെ മാതൃകയായ കേരളം രാജ്യത്തിന് മികച്ച ബദലാണ്. കേരള മാതൃകയോടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും യുവാക്കളും ഒത്തൊരുമിച്ച് നിന്നാൽ BJPയുടെയും RSSന്റെയും വർഗീയ ഫാസിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് അഭിപ്രായപ്പെട്ടു. People of Kerala have shown us that how alternative models do work not only inside this country but across the world. Look up to Kerala to learn from Kerala that how an alternative people's model can work, and we are here to learn that. സമ്മേളനത്തിന്റെ ലോഗോ തയ്യാറാക്കിയ കാസർഗോഡ് സ്വദേശിയായ വിദ്യാർത്ഥിയെ ചടങ്ങിൽ അനുമോദിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP, ദേശീയ ട്രഷറർ സഞ്ജീവ് കുമാർ, സംസ്ഥാന സെക്രട്ടറി M വിജിൻ MLA, തമിഴ്നാട് സ്വദേശി S കാർത്തിക്, VK സനോജ് MLA, V വസീഫ്, ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, സംഘാടക സമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സദാചാര ആക്രമണം നേരിട്ട മിസ എന്ന നാടകത്തിന്റെ പുനരവതരണത്തോടെയാണ് സംഘടനയുടെ 16ാമത് സംസ്ഥാന സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ സമാപനമായത്. സമ്മേളനത്തിന് മുന്നോടിയായി സ്വരാജ് റൗണ്ടിൽ നിന്ന് സമ്മേളന വേദിയായ അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിലേക്ക് യുവജന റാലിയും യൂത്ത് ബ്രിഗേഡ് പരേഡും നടന്നു. TCV തൃശൂർ. ഇടവേള. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, the signature of God. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. PL World of Comfort. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശ്ശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL World of Comfort, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശ്ശൂർ. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22-ന് രാവിലെ 10:45-ന് കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശ്ശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. നാളെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ 434 വിവാഹങ്ങൾ നടക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റ ദിവസം ഇത്രയധികം വിവാഹങ്ങൾ നടക്കുന്നത്.
താലികെട്ടിന് തൊട്ടു മുൻപ് വരെ വിവാഹം ഷീട്ടാക്കാം എന്നതിനാൽ നിലവിലെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 2024 സെപ്റ്റംബർ 8-ന് 334 വിവാഹങ്ങൾ നടന്നതാണ് നിലവിലെ റെക്കോർഡ്. ഈ റെക്കോർഡിനേക്കാളും 100 വിവാഹങ്ങൾ അധികമാണ് നടക്കാൻ പോകുന്നത്. ഓണാവധിയായതിനാൽ ദർശനത്തിനും വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വവും നഗരസഭയും പോലീസും സംയുക്തമായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവാഹങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 4 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകമായി താൽക്കാലിക ബാരിക്കേഡുകളും കൗണ്ടറുകളും ഒരുക്കിയാണ് വിവാഹ സംഘത്തെ നിയന്ത്രിക്കുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തും പൂർണ്ണമായും വൺ വേ സംവിധാനമായിരിക്കും. ക്ഷേത്ര നഗരിയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണത്തിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമായി 100ഓളം അധിക പോലീസിനെ ക്ഷേത്രനഗരിയിൽ വിന്യസിക്കും. അവധിയിൽ പോയ ദേവസ്വത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ തിരികെ വിളിച്ചിട്ടുണ്ട്. അവസാനഘട്ട വിലയിരുത്തലുകൾക്കായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. തുടർന്ന് വിവിധ വകുപ്പ് മേധാവികൾ ക്ഷേത്ര പരിസരത്ത് പരിശോധന നടത്തി. TCV ന്യൂസ്, ഗുരുവായൂർ. മണ്ണുത്തി മുളയത്ത് കിടക്ക കമ്പനികളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടം. മുളയം സ്വദേശി ലെവിൻ, ഭാര്യ നിമ്മി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള KT ഫോംസ്, കൊള്ളന്നൂർ മെയ്ഡ്സ് ആൻഡ് അലൈഡ് പ്രോഡക്ട്സ് എന്നീ സ്ഥാപനങ്ങളാണ് കത്തിനശിച്ചത്. കിടക്ക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കെമിക്കലും യന്ത്രങ്ങളും ഉൾപ്പെടെ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കിടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കെമിക്കൽ സാധന സാമഗ്രികൾ പൊട്ടിത്തെറിച്ചത് തീ ആളിപ്പടരാൻ ഇടയാക്കി. നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തീ ആളിപ്പടരുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ടു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന കിടക്കകൾ പൂർണ്ണമായും കത്തിനശിച്ചു. തൃശൂർ, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, വടക്കാഞ്ചേരി, ചാലക്കുടി, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 യൂണിറ്റ് ഫയർഫോഴ്സ് 3 മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തമുണ്ടായ കിടക്ക കമ്പനി MLA K. രാജൻ സന്ദർശിച്ചു. മാള കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. കടയും സാധനങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. കുഴൂർ സ്വദേശി മേനാച്ചേരി പോളിയുടെ കടയാണ് കത്തിനശിച്ചത്. ഓണക്കാലത്ത് കൂടുതൽ പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും സംഭരിച്ചിട്ടുണ്ടായിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. കാരണം വ്യക്തമല്ല. മന്ത്രി OJ ജനീഷ് സംഭവസ്ഥലം സന്ദർശിച്ചു. പറപ്പൂർ തോളൂരിൽ വീട്ടിൽ നിന്ന് 50 പവൻ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രദേശത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. നാലകത്ത് ഷക്കീറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം കവർച്ച നടന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ബെഡ്റൂമിലെ അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് സ്വർണം കവർന്നത്. വീട്ടുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്വർണവും മകളുടെ കല്യാണ ആവശ്യത്തിനായി വാങ്ങിയ സ്വർണവുമാണ് മോഷണം പോയത്. മറ്റൊരു കിടപ്പുമുറിയിലെ അലമാരിയിൽ 4 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും നഷ്ടപ്പെട്ടിരുന്നില്ല. മോഷ്ടാക്കളെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. തൃശൂർ നഗരത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. നായ്ക്കനാൽ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സിന് പുറകിൽ KSRTC ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. KSRTC ബസ്സിന്റെ മുൻവശത്ത് ചില്ല് പൂർണ്ണമായും തകർന്നു. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകി വരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരത്തിന് പ്രശസ്ത നങ്ങ്യാർകൂത്ത് കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം ഗിരിജാദേവിയെ തിരഞ്ഞെടുത്തു. 55,555 രൂപയും ഗുരുവായൂരപ്പന്റെ രൂപം മുദ്രണം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും ഫലകവും പ്രശസ്തിപത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. അഷ്ടമി രോഹിണിയായ സെപ്റ്റംബർ 4-ന് രാത്രി 9-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി K. മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വൻ മാറ്റം വരുന്നു. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി മുതൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉണ്ടാകും. രോഗികൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുന്നതിനും മെഡിക്കൽ കോളേജുകളിലേക്ക് അനാവശ്യമായി റഫർ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സർജറി, ഓർത്തോ, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക് വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാകും. സാധാരണ OP സമയത്തിന് ശേഷവും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആശുപത്രിയിൽ ഉണ്ടാകും. രാത്രിയും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സേവനത്തിന് ഉണ്ടാകും. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൂർണ്ണമായി പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.
എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. ഗൃഹനാഥനെയും മകനെയും വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പൂച്ചിന്നിപ്പാടം സ്വദേശി പാറക്കോട്ടുകാരൻ വീട്ടിൽ ജസ്റ്റോ ആണ് അറസ്റ്റിലായത്. ചെമ്മാപ്പള്ളി സ്വദേശി ജോണി മകൻ മേജോ എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. വർഗീയത ആരോപിച്ച് മുസ്ലിം ലീഗിന് നേരെ കുതിര കയറാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആസൂത്രിത ശ്രമം മതേതര കേരളം ഒറ്റക്കെട്ടായി തള്ളിക്കളയുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ ക്യാമ്പയിനിന്റെ ഭാഗമായി കൂരിക്കുഴി ശാഖാ കമ്മിറ്റി നടത്തിയ സമാഗമം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാഖാ പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KK അഫ്സൽ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PT മുജീബുർ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫുഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. ഓണക്കാലമായതോടെ ചിറ്റാറ്റുകരയിലും പരിസരങ്ങളിലും പപ്പട നിർമ്മാണം ഊർജിതമായി. തലമുറകളായി പപ്പട നിർമ്മാണം നടത്തുന്ന നിരവധി കുടുംബങ്ങൾ ചിറ്റാറ്റുകരയിലുണ്ട്. ശുദ്ധമായ ഉഴുന്നുമാവും ഉപ്പും ചേർത്ത് കുഴയ്ക്കുന്നതോടെ പരമ്പരാഗത രീതിയിലുള്ള പപ്പട നിർമ്മാണത്തിന് തുടക്കമാകും. ഇവ ചെറിയ ഉരുളകളാക്കി അരിമാവ് ചേർത്ത് പരത്തിയെടുക്കും. ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കിയെടുക്കുന്ന ചണച്ചാക്കിൽ വെച്ച് ഉണക്കിയെടുക്കുന്നതോടെ പപ്പടം തയ്യാർ. ആനയടി പപ്പടം, ചെറിയ പപ്പടം, മുളക് പപ്പടം, മസാല പപ്പടം, ജീരക പപ്പടം തുടങ്ങി വിവിധ രുചികളിലും വലിപ്പത്തിലുമായി 20ഓളം ഇനം പപ്പടങ്ങളുണ്ട്. കാര്യമായ വരുമാനമില്ലാത്തതിനാൽ പുതിയ തലമുറയിലുള്ളവർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല. അസംസ്കൃത വസ്തുക്കളുടെ വിലയും തൊഴിലാളികളുടെ കൂലിയും വർദ്ധിച്ചതനുസരിച്ച് പപ്പടത്തിന് വിലയും ലഭിക്കുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിലക്കുറവിൽ പപ്പടം വിപണിയിലെത്തുന്നതും ഈ തൊഴിൽ മേഖലയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതായി കാക്കശ്ശേരിയിലെ പാരമ്പര്യ പപ്പട നിർമ്മാണ കേന്ദ്രമുടമ വടക്കത്ത് പ്രതാപൻ പറഞ്ഞു. ഇപ്പോൾ ഈ തൊഴിലില് ഭയങ്കരധികം പ്രശ്നങ്ങളാണ്. നമുക്ക് തൊഴിലാളികളെ വിചാരിച്ച പോലെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ മാവ് സാധനങ്ങൾക്കൊക്കെ വില കൂടുതൽ, കവറ്, എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര പ്രയാസമുണ്ട്. അതുപോലെ മാർക്കറ്റിൽ വിചാരിച്ച പോലെ റേറ്റ് കിട്ടാത്ത പ്രയാസങ്ങൾ. ഇപ്പോൾ ഈ മിഷൻ പപ്പടം വന്നതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ വില തീരെ കൂട്ടി കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് പണിക്കൂലി കുറവായിട്ട് വരുള്ളൂ. നമ്മൾ പണിക്കൂലി എപ്പോഴും കൂടുതൽ വരും.
അപ്പോൾ മാർക്കറ്റിൽ ആ വ്യത്യാസം വരുമ്പോൾ നമ്മളെ പപ്പടം വാങ്ങാനായിട്ട് ആൾക്കാർ കുറവാണ്. മുൻപ് 70-ലേറെ പാരമ്പര്യ പപ്പട നിർമ്മാണ യൂണിറ്റുകൾ ചിറ്റാറ്റുകര മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ 30-ൽ താഴെ യൂണിറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. യന്ത്രവൽക്കരണം കൊണ്ടുവന്ന് പ്രതിസന്ധി മറികടക്കാനാണ് ചില യൂണിറ്റുകളുടെ ശ്രമം. പാരമ്പര്യ നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പപ്പടമില്ലാത്ത ഓണസദ്യയെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാനാകില്ലെന്നത് വേറെ കാര്യം. TCV ന്യൂസ്, പാവറട്ടി. തൃശൂരിൽ ഓണത്തിന്റെ മേളപ്പെരുക്കം കൊട്ടിക്കയറുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓണാവധിക്കായി അടച്ചതോടെ വിപണികളിൽ തിരക്കേറി. അത്തം നാളിൽ തെക്കേ ഗോപുരനടയിൽ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ മെഗാ പൂക്കളത്തോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷത്തിന് വിളംബരമായത്. 62 അടി വ്യാസത്തിൽ 2000 കിലോ പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഭീമൻ പൂക്കളത്തിൽ വിരിഞ്ഞത് സാംസ്കാരിക നഗരിയുടെ അഭിമാന വർണ്ണം കൂടിയായിരുന്നു. അത്തം നാളിൽ തന്നെ കുമ്മാട്ടി മഹോത്സവത്തിനും അടുത്ത ദിവസം പുലിക്കളിക്കും നടുവിലാലിൽ മേയർ കൊടിയുയർത്തി. ഇതോടെ ഓണത്തിന്റെ ആരവങ്ങളിലേക്ക് ഉയർന്ന നഗരത്തിൽ പൂവിപണിയാണ് ആദ്യം സജീവമായത്. വിവിധ സ്ഥാപനങ്ങളും ക്ലബ്ബുകളും പൂക്കള മത്സരങ്ങൾ ആരംഭിച്ചതോടെ പൂക്കച്ചവടം ഉഷാറായി. തേക്കിൻകാട് മൈതാനത്ത് മറ്റ് കച്ചവടക്കാരും അങ്ങിങ്ങായി ഇടം പിടിച്ചു. വസ്ത്രഗൃഹോപകരണശാലകൾ വൻ ഓഫറുകളുമായി കളം നിറഞ്ഞതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്കാണ്. ഇടയ്ക്ക് മഴമേഘങ്ങൾ എത്തി നോക്കുന്നുണ്ടെങ്കിലും പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥ വ്യാപാരികളുടെ മനം നിറയ്ക്കുന്നു. സ്കൂൾ കോളേജ് മുറ്റങ്ങൾ പരീക്ഷകൾക്ക് ശേഷം ഓണാഘോഷത്തിന് നാടമുറിച്ചതോടെ ആവേശം ഉച്ചസ്ഥായിയിലായി. പായസമേളകളും വ്യാപാരമേളകളുമൊക്കെ ആരംഭിച്ചതോടെ നിന്നു തിരിയാനിടമില്ലാത്ത വിധം നഗരം ആൾത്തിരക്കിലലിയുകയാണ്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കേറി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ 25 മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനത്ത് നടക്കും. കലാസന്ധികളടക്കം വിപുലമായ പരിപാടികളാണ് ഈ ദിവസങ്ങളിൽ അരങ്ങേറുക. ഈ നാളുകളിൽ വിശേഷം ചോദിച്ച് കുമ്മാട്ടികൾ നാട്ടുവഴികളിലും നഗരവീഥികളിലും ഊരുചുറ്റാനെത്തും. പിന്നെ നാലോണ നാളിൽ തൃശൂരിന്റെ സ്വന്തം പുലിക്കളി മഹോത്സവവും. മടകളിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അരമണി കിലുക്കി, കുടവയർ കുലുക്കി, വരയൻ പുലിയും പുള്ളിപ്പുലിയുമൊക്കെ നിറഞ്ഞാടുമ്പോൾ അതിൽ ചില മറുപടികൾ കൂടി കരുതി വെച്ചിട്ടുണ്ടാകും. TCV ന്യൂസ്, തൃശൂർ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ്ഫോർഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. അഴീക്കോട് പുഴയിൽ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഴീക്കോട് ബീച്ച് റോഡിൽ കുരിശിങ്കൽ വീട്ടിൽ 80 വയസ്സുള്ള ജോൺ ആണ് മരിച്ചത്. ചെറുവഞ്ചിയിൽ പുഴയിൽ മത്സ്യബന്ധനത്തിന് പോയ ഇയാൾ തിരികെ എത്താതിരുന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് സത്താർ ഐലൻഡ് പരിസരത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് താന്യം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാമൻ നമ്പൂതിരി, MK ചന്ദ്രൻ, PM ഹബീബുള്ള, KN വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കേട്ട നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ഭക്തരുടെ മനം കവർന്നു. പീലിത്തിരുമുടിയും മടിയിൽ തിരുകിയ ഓടക്കുഴലുമായി പുറം തിരിഞ്ഞു നിൽക്കുന്ന കണ്ണന്റെ വിസ്മയകരമായ രൂപമാണ് ഒരുക്കിയത്. പുറം കൈകളിൽ താമരപ്പൂക്കളും പിടിച്ചു നിൽക്കുന്ന ദിവ്യഭാവം ഒറ്റ നോട്ടത്തിൽ തന്നെ കാണികളെ ആകർഷിക്കുന്നതായിരുന്നു. 12 അടി നീളത്തിലും 8 അടി വീതിയിലുമായി തീർത്ത പൂക്കളം ജീവൻ തുടിക്കുന്ന തരത്തിലായിരുന്നു. ഭക്തിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ പൂക്കളം ഭക്തമനസ്സുകളിൽ ഇടം പിടിച്ചു. ക്ഷേത്ര ദർശനത്തിന് എത്തിയവർ പൂക്കളത്തിന് മുന്നിലും തൊഴുകൈകളോടെ നിമിഷനേരമെങ്കിലും നിന്നു. പൂക്കളത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തി മനോഹരമായ ഓർമ്മകളെ കൂടെ കൂട്ടാൻ കുട്ടികളും മുതിർന്നവരുമടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ചേറ്റുവ പാലത്തിലെ കുഴികൾ മൂലം ദുരിതം പേറി വാഹനയാത്രക്കാർ. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ചേറ്റുവ പാലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്.
പാലത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്കും ജില്ലാ കളക്ടർക്കും കരാർ കമ്പനിക്കും പരാതി നൽകിയിരുന്നു എങ്കിലും നടപടിയുണ്ടായില്ലെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ പറഞ്ഞു. ഇനി വാണിജ്യം. ഒല്ലൂക്കര ആർ ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 50ാം വാർഷികത്തിന്റെ നിറവിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PV ചിത്രാംഗതൻ അധ്യക്ഷത വഹിച്ചു. എടപ്പാൾ വിക്ടറി ITI പ്രിൻസിപ്പാൾ ഹരിത പ്രശാന്ത്, വൈസ് പ്രിൻസിപ്പാൾ A സജീവൻ, അഡ്മിനിസ്ട്രേറ്റർ KGK സുന്ദരരാജൻ, പൂക്കളം ജഡ്ജ് ദാമോദരൻ മാസ്റ്റർ, വിക്ടറി ITI ടൗൺ വൈസ് പ്രിൻസിപ്പാൾ EV തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിക്ടറി ITI ഒല്ലൂക്കര, കീരംകുളങ്ങര, ടൗൺ എന്നീ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്ത് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഒല്ലൂക്കര ITI മുതൽ ഒല്ലൂക്കര സെന്റർ വരെ നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്ര ആവേശകരമായി. പൂക്കള മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ RACT, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രീഷ്യൻ എന്നീ ട്രേഡ് വിഭാഗങ്ങൾ കരസ്ഥമാക്കി. ഷൈനി ഗണേഷ്, ഒല്ലൂക്കര, കീരംകുളങ്ങര, ടൗൺ എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ വ്യവസായ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് NBFC കോർപ്പറേറ്റ് ഓഫീസിന്റെയും പുതിയ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ ഒളരിയിൽ നിയ റീജൻസിക്ക് സമീപം പുതുതായി നിർമ്മിച്ച സ്വന്തം ബിൽഡിംഗായ കൈലാസ് സെന്ററിൽ പ്രവർത്തനമാരംഭിച്ച ഫ്യൂച്ചർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെയും ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം സിനിമാ താരങ്ങളായ ആസിഫ് അലിയും കലാഭവൻ ഷാജോണും ചേർന്ന് നിർവഹിച്ചു. യോഗക്ഷേമം ലോൺ ലിമിറ്റഡ് സിഇഒയും MDയുമായ ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ചു. രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ PR രാജേഷ്, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ES ബാബുരാജ്, നേത്ര ഹോസ്പിറ്റൽ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ, SBI റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ K പ്രസന്ന രാജു, NCA സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് പാലത്തിങ്കൽ, കമ്പനി സെക്രട്ടറി VR മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കരൻ സമൂഹത്തിന് നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തെ ചടങ്ങിൽ ആദരിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജിമോൾ രാജേഷ്, ചിന്നമ്മ വിൻസെന്റ്, കവിതാ മണികണ്ഠൻ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി 60 ബ്രാഞ്ചുകളുള്ള ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഗോൾഡ് ലോൺ, ഡെപ്പോസിറ്റ്സ്, ഡിബഞ്ചേഴ്സ്, മോർട്ടേജ് ലോൺ, ബിസിനസ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, വെഹിക്കിൾ ലോൺ, അഗ്രികൾച്ചറൽ ലോൺ, പേഴ്സണൽ ലോൺ തുടങ്ങിയ മേഖലകളിൽ സുസ്ഥിരമായ രീതിയിൽ ബിസിനസ് ചെയ്തു വരുന്നു. ഈ വർഷം 10ഓളം പുതിയ ബ്രാഞ്ചുകളും അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയൊട്ടാകെയും പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിപണന ശൃംഖലയായ ഗോപു നന്ദിലത്ത് G-മാർട്ടിൽ ഓണം മിഡ്നൈറ്റ് സെയിലിന് ശനിയാഴ്ച തുടക്കമായി. നന്ദിലത്ത് G-മാർട്ടിന്റെ കേരളത്തിലുടനീളമുള്ള എല്ലാ ഷോറൂമുകളും ആഗസ്റ്റ് 22, 23, 24, 25 തീയതികളിൽ രാത്രി 12 വരെ തുറന്നു പ്രവർത്തിക്കും. ഓണാഘോഷത്തെ വരവേൽക്കാനായി ലക്ക ഓഫറിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് നന്ദിലത്ത് G-മാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. ഗോപു നന്ദിലത്ത് G-മാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഗോപു നന്ദിലത്ത് G-മാർട്ട് ലക്ക ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് 25 മാരുതി ബലനോ കാറുകൾ ഞങ്ങൾ സമ്മാനമായി നറുക്കെടുപ്പിൽ നൽകുന്നു. അതിനോടൊപ്പം തന്നെ 100 LED TV, 100 റെഫ്രിജറേറ്റർ, 100 ഗോൾഡ് കോയിൻ, 100 സിൽവർ കോയിൻ, ഇതെല്ലാം ഗോപു നന്ദിലത്ത് G-മാർട്ട് നറുക്കെടുപ്പിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് നൽകുകയാണ്. പത്തോണം സ്കീമിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസും കൂടി ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ നൽകുകയാണ്. ഇന്ന് മുതൽ 4 ദിവസം ഗോപു നന്ദിലത്ത് G-മാർട്ട് ഞങ്ങളുടെ മിഡ് നൈറ്റ് സെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. മിഡ് നൈറ്റ് സെയിലിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കസ്റ്റമേഴ്സിനും ഉപഭോക്താവിനെ സംബന്ധിച്ചും രാത്രികളിൽ വന്ന് പർച്ചേസ് ചെയ്യാനും മാത്രമല്ല ഏറ്റവും വില കുറവിൽ ഗൃഹോപകരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടിയാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും LED TVകൾ, വാഷിംഗ് മെഷീനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് പലിശരഹിത വായ്പകളും ലഭ്യമാണ്. തിരഞ്ഞെടുത്ത മോഡലുകളിൽ ക്യാഷ് ബാക്ക്, നോ കോസ്റ്റ് EMI, 0 പ്രോസസിംഗ് സ്കീമുകൾ, കുറഞ്ഞ തവണ വ്യവസ്ഥകളിൽ കൂടുതൽ കാലാവധിയോടെ ഗൃഹോപകരണങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതികൾ, എക്സ്റ്റൻഡഡ് വാറണ്ടി, എക്സ്ചേഞ്ച് ഓഫറുകൾ തുടങ്ങിയവയും നന്ദിലത്ത് G-മാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്.
40 വർഷത്തിലേറെ കാലത്ത് ബിസിനസ് പാരമ്പര്യമുള്ള PL ഗ്രൂപ്പിന്റെ എക്സ്ക്ലൂസീവ് കമ്പനി ഔട്ട്ലെറ്റായ PL വേൾഡ് ഓഫ് കംഫർട്ടിന്റെ പുതിയ നെസ്റ്റിൻ സ്റ്റോർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ ഫോർട്ട് സ്ട്രീറ്റ് ബിൽഡിംഗിലാണ് നെസ്റ്റിൻ പ്രീമിയം കളക്ഷൻ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് റിക്ലൈനർ കം മസാജർ മെത്തകൾ, റിമോട്ട് കൺട്രോൾ സ്പെഷ്യൽ ഫാബ്രിക് മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോസ്, ബെഡ്റൂം ആൻഡ് ലിവിംഗ് റൂം ഫർണിച്ചറുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തരം പ്രീമിയം സ്ലീപ്പിംഗ് ആക്സസറികളുടെയും വിപുലമായ ശേഖരവും നെസ്റ്റിൻ സ്റ്റോറിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വന്തം ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളെല്ലാം വൻ വിലക്കുറവിൽ ലഭിക്കും. മെഗാ ഓണം ഓഫറിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഒരു ഫ്രീ ഡിക്ലൈനർ അല്ലെങ്കിൽ ഒരു ഫ്രീ സോഫ കം ബെഡ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളാണ്. ഈ മെഗാ ഓണം ഓഫർ ഈ മാസം 30 വരെ മാത്രമേ ലഭ്യമാകൂ. കേരളത്തിലുടനീളം നിരവധി സ്റ്റോറുകളുള്ള ശൃംഖലയാണ് PL വേൾഡ് ഓഫ് കംഫർട്ട്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നെസ്റ്റിൻ സ്റ്റോറുകൾ ഉടൻ ആരംഭിക്കും. നെസ്റ്റിൻ പ്രീമിയം ഓണം കളക്ഷൻ സ്വന്തമാക്കാനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട നമ്പർ 8592056789. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാസപ്പടി കേസിൽ ED നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തനിക്കോ കുടുംബാംഗങ്ങൾക്കോ ഒരു ഹവാലയുമായും ബന്ധമില്ലെന്ന് പിണറായി വിജയൻ. തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി. DYFIയെ ഇനി ചിന്താ ജെറോം നയിക്കും. വനിതാ നേതാവ് DYFI സംസ്ഥാന അധ്യക്ഷയാകുന്നത് സംസ്ഥാനത്ത് ആദ്യം. ജയിലിൽ കഴിയുന്ന VK നിഷാദിനെ DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുത്തതിനെ ന്യായീകരിച്ച് ചിന്താ ജെറോം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കും. തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മണ്ണുത്തി മുളയത്ത് കിടക്ക കമ്പനികൾ കത്തിനശിച്ച സംഭവത്തിൽ കോടികളുടെ നഷ്ടം. മാള കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. പറപ്പൂർ തോളൂരിൽ വീട്ടിൽ നിന്ന് 50 പവൻ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.